ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബനാന കട്ട്ലറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. അതെങ്ങനെയാണ് റെഡിയാക്കാൻ നോക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായി പഴുത്ത പഴമാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കണം, അതായത് സ്റ്റീം ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഓൾറെഡി സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ തൊലിയൊക്കെ മാറ്റി കൊടുക്കാം. എന്നിട്ടൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി അതൊന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് അത് ചൂട് മാറിക്കോളും. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലത്തെ ആ ബ്ലാക്ക് കളർ ഒന്ന് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഒരു ഫോർക്ക് വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് കട്ടകളൊക്കെ ഒന്നും ഇല്ലാണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ഞാൻ ഇതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ഒന്ന് ക്രഷ് ചെയ്തതും അതുപോലെ തന്നെ കുറച്ച് ബദാം ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ അവരവരുടെ വീട്ടിലുള്ള സാധനങ്ങൾ അനുസരിച്ച് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡേറ്റ്സ് ഇട്ട് കൊടുക്കാം, പിസ്ത ഇട്ട് കൊടുക്കാം. അതൊക്കെ അവരവരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം കേട്ടോ. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് നാളികേരം ചിരണ്ടിയതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഞാൻ ഇടുന്നത് പനങ്കൽക്കണ്ടം പൊടിച്ചതാണ്. അത് ഷുഗർ ആയാലും മതി. ഞാനിപ്പോൾ പനങ്കൽക്കണ്ടാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം പഴത്തിനൊക്കെ നല്ല മധുരം ഉണ്ടെങ്കിൽ നമുക്ക് ഷുഗറൊക്കെ നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാക്കി എടുക്കാം. ഷേപ്പൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം. ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് റെഡി ആക്കി എടുക്കാം. വേണമെങ്കിൽ റൗണ്ട് ആക്കി എടുക്കാം, ഓവൽ ആക്കി എടുക്കാം, സ്ക്വയർ ആക്കി എടുക്കാം. ഏത് വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ സ്ക്വയർ ആയിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഞാൻ എല്ലാവരും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു മുട്ട വേണം. അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ മുട്ട യൂസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മൈദപ്പൊടി എടുത്തിട്ട് നന്നായിട്ടൊന്ന് ലൂസായിട്ടൊന്ന് കലക്കിയെടുത്താൽ മതി. ഇനി ബ്രെഡ് ക്രംസ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. 3 ബ്രെഡ് ഒന്ന് മിക്സിലൊന്ന് പൊടിച്ചെടുത്തതാണ്. ഇനി നമ്മൾ ഷേപ്പാക്കി വെച്ചതെടുത്തിട്ട് ആദ്യം നമ്മൾ മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. സാധാരണ നമ്മൾ കട്ട്ലറ്റ് ഉണ്ടാക്കുന്ന പോലെ തന്നെ റെഡിയാക്കി എടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാവരും റെഡിയാക്കി എടുക്കാം. ഇതുപോലെ ഞാൻ എല്ലാവരും ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അധികം അങ്ങോട്ട് ഓയിൽ ഒഴിച്ചുകൊണ്ട് ഫ്രൈ ചെയ്തെടുക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എണ്ണ നന്നായി ചൂടായതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മുടെ കട്ട്ലറ്റ് ഫ്രൈ ചെയ്തെടുക്കാം. അധികം അങ്ങോട്ട് കുക്കാവേണ്ട ആവശ്യമൊന്നുമില്ല. ഓൾറെഡി അതിൻ്റെ ഉള്ളിലെ പഴമൊക്കെ നന്നായി കുക്കായതാണ്. ഇനി നമ്മുടെ മേലത്തുള്ള ആ ബ്രെഡ് ക്രംസ് മേക്കിൻ്റെ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് തിരിച്ചും മറിച്ചിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ നമുക്ക് എല്ലാവരും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബനാന കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സാധാരണ നമ്മൾ നല്ല എരിവുള്ള, അതായത് നല്ല സ്പൈസി ആയിട്ടുള്ള കട്ട്ലറ്റ് അല്ലേ റെഡിയാക്കി എടുക്കാറ്. അപ്പോൾ ഇതൊരു മധുരമുള്ളൊരു കട്ട്ലറ്റ്, ഒരു വെറൈറ്റി ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.